കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. പുറമേ ഇടതുപക്ഷത്തോടൊപ്പം എന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി അടുത്തു തന്നെ സംഭവിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ പിണറായി വിജയൻ കൈപിടിച്ചുവെന്ന് ജോസ് കെ മാണി ഇപ്പോൾ വിലപിക്കുന്നത് തന്റെ ആത്മവിശ്വാസമില്ലായ്മ മറച്ചുവെക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. UDF വിട്ട് LDFിലേക്ക് പോയ ജോസിന്റെ തീരുമാനം ഒരു വലിയ അബദ്ധമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലിയുണ്ടായ ചെറിയ തർക്കത്തിന്റെ പേരിലാണ് ജോസ് കെ മാണി UDF ബന്ധം അവസാനിപ്പിച്ചത്. പിതാവായ KM മാണിയെയും തന്നെയും വ്യക്തിപരമായി ആക്ഷേപിച്ചവർക്കൊപ്പം ചേർന്നതു മുതൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ജോസിന് നേരിടേണ്ടി വന്നത്. 2021 LDF തരംഗത്തിനിടയിലും പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണിക്ക് ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലനിൽപ്പില്ലാതെ വന്നതോടെ മുന്നണി മാറ്റത്തെക്കുറിച്ച് സജീവമായ ചർച്ചയിലായിരുന്നു ജോസും കൂട്ടരും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ ജോസിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. യഥാർത്ഥത്തിൽ UDFിലേക്ക് മടങ്ങിപ്പോകാൻ ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലാണ് ആ നീക്കത്തിന് തുരങ്കം വെച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിനെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി നടത്തിയ നീക്കങ്ങളാണ് ജോസ് കെ മാണിയെ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായനാക്കിയത്. പാർട്ടിയുടെ 5 MLA-മാരിൽ റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് N ജയരാജും പ്രമോദ് നാരായണനും ഇടതുമുന്നണിക്കൊപ്പം തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയതോടെ ജോസ് കെ മാണി ത്രിശങ്കുവിലാവുകയായിരുന്നു. പാർട്ടി പിളരുമെന്ന ഭയത്താലാണ് മനസ്സില്ലാ മനസ്സോടെ LDFിൽ തുടരാൻ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത്. ഇടതിനൊപ്പം ഉറച്ചു നിൽക്കാമെന്ന് ജോസ് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പം നിന്നാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന ചർച്ചാ വിഷയം. ഭരണവിരുദ്ധ വികാരം ശക്തമായ സാഹചര്യത്തിൽ മധ്യതിരുവിതാംകൂറിലെ തങ്ങളുടെ ഉറച്ച സീറ്റുകൾ പോലും നഷ്ടപ്പെടുമോ എന്ന് ജനപ്രതിനിധികൾ ഭയപ്പെടുന്നുണ്ട്. മേൽപ്പറഞ്ഞ 5 MLA-മാരിൽ ബാക്കി നിൽക്കുന്നത് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളുമാണ്. ഇരുവരും ജോസിന്റെ നിലപാടിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് അദ്ദേഹമുള്ളത്. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചത് മുസ്ലിം വോട്ടുകളുടെയും പിണറായി തരംഗത്തിന്റെയും ബലത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് കേന്ദ്രീകരിക്കുകയും പരമ്പരാഗത വോട്ടുകൾ തിരിച്ചെത്തുകയും ചെയ്താൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് അവിടെ നിലം തൊടാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. UDFിൽ നിന്ന് PA സലീമിനെ പോലെയുള്ള ജനസമ്മതിയുള്ള നേതാക്കളോ ടോമി കല്ലാനിയോ സ്ഥാനാർത്ഥിയായി വന്നാൽ പൂഞ്ഞാർ തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്കൊപ്പം LDFിൽ നിന്ന് തോൽക്കുന്നതിനേക്കാൾ നല്ലത് UDF പാളയത്തിലേക്ക് ചേക്കേറുന്നതാണെന്ന് പൂഞ്ഞാർ MLA ചിന്തിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. സമാനമാണ് ചങ്ങനാശ്ശേരിയിലെ അവസ്ഥയും. കഴിഞ്ഞ തവണ വെറും 6000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജോബ് മൈക്കിൾ രക്ഷപ്പെട്ടത്. നായർ ക്രൈസ്തവ വോട്ടുകൾ ഒരുപോലെ സ്വാധീനിക്കുന്ന മണ്ഡലത്തിൽ UDF ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോബ് മൈക്കിളിന്റെ വിജയവും അസാധ്യമാകുമെന്ന് അടിവരയിട്ട് പറയാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ കോൺഗ്രസോ ഈ സീറ്റ് ഏറ്റെടുത്താൽ ജോബ് മൈക്കിളിന് പരാജയം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ഇവർ ഏതു നിമിഷവും ജോസ് കെ മാണിയെ കൈവിടാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞുവരുന്നത്. കത്തോലിക്ക സഭയ്ക്ക് സർക്കാരിനോടുള്ള അതൃപ്തിയും കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഭിന്നശേഷി നിയമനങ്ങളിലെ തടസ്സങ്ങളും JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ അവഗണനയും സഭയെ സർക്കാരിനെതിരെ തിരിച്ചിരിക്കുകയാണ്. KM മാണി സ്മാരകത്തിന് ഭൂമി അനുവദിക്കാനും മറ്റും സർക്കാർ ഇപ്പോൾ കാട്ടുന്ന തിടുക്കം ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തിന് തടയിടാൻ മാത്രമുള്ള തന്ത്രങ്ങളാണ്. നിലവിൽ ജോസ് കെ മാണിക്ക് LDFിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും ഇടതുപക്ഷം ജോസിനെ സംശയത്തോടെയാണ് നോക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. UDFിലേക്ക് തിരികെ പോകാൻ ജോസ് കെ മാണിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതത്ര എളുപ്പമാവില്ല. തിരിച്ചുപോയാൽ പാർട്ടി വീണ്ടും പിളരാൻ സാധ്യതയുണ്ട്. കൂടാതെ UDFിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തെ വീണ്ടും സ്വീകരിക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. LDFിലും UDFിലും ഒരുപോലെ അപ്രസക്തനാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജോസ് കെ മാണി നീങ്ങുന്നത്. ചുരുക്കത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഇടതുമുന്നണിയിൽ കഴിയുന്ന ജോസ് കെ മാണിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസമില്ല. അണികളും MLA-മാരും UDFിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും.